ഇന്നൊരു കുമ്പളങ്ങ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 10-15 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞതിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളകും ഒരു പിടി വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്നങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുമ്പളങ്ങ നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് പുളി, ഒരു നെല്ലിക്കോളം വലുപ്പത്തിൽ പുളി എടുത്ത് പിഴിഞ്ഞിട്ടുണ്ട്. ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുമ്പളങ്ങ വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. കട്ടിപ്പാൽ മാറ്റി വെച്ചിട്ട് 2ാം പാലിലാണ് കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം വെച്ച് പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെന്തതിന് ശേഷം കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ കട്ടിപ്പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളച്ചോട്ടെ, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്കൊന്ന് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം തൂമിച്ചൊഴിക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ, കടുക്, വറ്റൽമുളക്, വേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മുളക് പൊടി ചേർത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിപൊളി കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കരുത്.